എന്നാ ഓടിച്ചോണ്ടോടുവാ? ഏയ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആ നമ്പ്യാരുടെ ബാങ്ക് മോഷ്ടിച്ചോണ്ട് ഓടുന്ന ഓട്ടോ. എന്താ കൂടുന്നോ? ഇന്നലെ മുതൽ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കുന്നത്? അതിന് സ്വന്തം കള്ളത്തരം മറയ്ക്കാനാണോ ഇതൊക്കെ? ഇന്ന് സെപ്റ്റംബർ 21. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു തുടങ്ങിയ ആദ്യത്തെ പെൺകുട്ടി എന്നെയും ചതിച്ചിട്ട് ഓടിപ്പോയത്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരന്തങ്ങൾ. നീ ഇപ്പൊ പറഞ്ഞ ആ ബാങ്ക് കൊള്ളവരെ. സെപ്റ്റംബർ 21 എനിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഹലോ, അതെ. എപ്പോ? എങ്ങനെ? ഉണ്ട്, കൊടുക്കാം. ശരി, അങ്ങനെ പറയാം. മോളെ, എന്താ വിളിച്ച? ഒന്നിങ്ങനെ ഇപ്പൊ വരാട്ടോ. എന്തേ? വീട്ടീന്നോ? ഹലോ, ആ ദേവുവാ. മോളെ, മോളുടെ അച്ഛന് നല്ല സുഖമില്ല, പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന്. അച്ഛന് അസുഖം കൂടുതലായി എന്നാണ് ബാലമാമ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇനി ഞങ്ങളോടൊപ്പം അച്ഛനില്ല എന്ന്. അച്ഛൻ മരിച്ചുപോയി എന്ന സത്യത്തോട് പൊരുത്തപ്പെടാൻ എനിക്കായില്ല. വില്യച്ഛൻ്റെ ഫോണിൽ നിന്നും ജോയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, കിട്ടിയില്ല. ഒടുവിൽ ട്രാവൽ ഏജൻസിയിലെ ജോ എന്നെ ഏൽപ്പിച്ച ബാഗായത്. ജോ വരുമ്പോൾ വില്യച്ഛനൊന്ന് കൊടുക്കണം. ശരി, എൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് കൊടുക്കണം. അതൊക്കെ വില്യച്ഛൻ വേണ്ടതുപോലെ ചെയ്തോളാം. മോള് വേഗം പോകാൻ നോക്ക്. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ്റെ മരണം, അതോടെ ഒരു കുടുംബം മുഴുവൻ നോക്കേണ്ട ബാധ്യത എന്നിലേക്കായി. ജോ എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ തന്നു എന്നാണ് വല്യച്ഛൻ എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിലെ നമ്പറും മേൽവിലാസവും. ജോ വിളിക്കാതെ ആയപ്പോൾ ഞാൻ കരുതി മറന്നു, അല്ലെങ്കിൽ ഒഴിവാക്കി. പിന്നെ മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല. വീട്, അച്ഛമ്മ, അനിയത്തി, അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ, അത് മാത്രമായി എൻ്റെ ജീവിതം. എന്നെ ചതിച്ച് നീയായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലവട്ടം. ഇതിപ്പോൾ എല്ലാവരും നിമിത്തം പോലെ തോന്നുന്നു. അന്യൻ്റെ ഒരു രൂപ പോലും ആഗ്രഹിക്കാത്ത ഞങ്ങൾ ഒരു ബാങ്ക് കൊള്ള ചെയ്യാനും കാട്ടിൽ വഴിതെറ്റി നിന്നെ കാണാനും പിന്നെ വീണ്ടും ഇങ്ങനെ ബുദ്ധസന്യാസിമാർക്കിടയിലെത്താനും എല്ലാം ഒരു ജോ, നിങ്ങളെ തിരക്കി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ആ നമ്പ്യാർമാരും. അവര് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൽക്കാലം ഞാൻ അവരെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷം അവർ തിരികെ എത്താം.
ഞങ്ങൾ വിചാരിച്ച പോലെ 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലും ഇല്ല. ഓ അപ്പൊ പിന്നെ നമ്മളിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ടോ? ഞാൻ പാക്ക് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് പെട്ടിയെടുക്കും. അല്ല ഇത് സോങ് പാങ് ലാമ, ഡൽഹിയിലുള്ള എന്റെ പ്രൊഫസർ അയച്ചെന്ന മെയിലാണിത്. ഈ ലാമയുടെ കയ്യിലായിരുന്നു 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് അവസാനമായി എത്തപ്പെട്ടത്. ഈ ലാമ 3 വർഷം മുൻപ് കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പരിക്കേറ്റ ഒരു സന്യാസി കോമയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കൈമാറിയ വിവരങ്ങളാണ് ഈ മെയിലിലുള്ളത്. ആർട്ട് കലണ്ടറിലൊന്നും ഈ പെയിന്റിങ്ങിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടേയില്ല. ടിബറ്റൻ കലാപ സമയത്ത് അമൂല്യ രത്നങ്ങൾ കടത്താൻ ഉപയോഗിച്ച ഒരു മറ മാത്രമായിരുന്നു ഈ പെയിന്റിംഗ്. ഇന്ന് ചൈനീസ് സർക്കാരിന് അവകാശപ്പെട്ടതാണ് ആ രത്നങ്ങൾ. അതിന്റെ വിലയാകട്ടെ ഏകദേശം 300 കോടി രൂപ. അത് കണ്ടെത്തി തിരിച്ചു നൽകുന്ന ആളിന് അതിന്റെ 10% പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനീസ് സർക്കാർ, അതായത് 30 കോടി രൂപ. എന്താടാ പറയണ വാ. ദേവു, അന്ന് ഷിംലയിൽ നിന്റെ ഒപ്പം വന്ന വെല്ലിച്ചൻ അയാളിപ്പോ വീട്ടിലുണ്ടാവും. അച്ഛൻ മരിച്ച പിന്നെ ഞങ്ങള് കാശ് ചോദിക്കുന്ന വിചാരിച്ചിട്ട് വിളിക്കാറൊന്നുമില്ല. എവിടെ അയാളുടെ വീട്? കൂട്ടുപുഴ. കൂട്ടുപുഴ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. ഇട കാര്യം എന്താ? ഞാൻ പറയാം. വാ വാ. എന്താടാ കാര്യം? പറയാം വാ. കാര്യം എന്താ? പറയാം വാ. പറയാം. ആരുല്ലേ? എങ്ങനെയാ അവന്മാരെ കണ്ടുപിടിച്ചേ പറ്റൂ. ആ നമ്പർ തന്നെ. അവന്റെ ജീപ്പ് കണ്ണിപ്പെടുന്നതിന് മുമ്പ് വാ. എടാ, ആ നമ്പ്യാരന്മാർ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെ ആ ജീപ്പ് എടുക്കും? അല്ല, എന്റെ വണ്ടി പോവാ. ആ വണ്ടിയില്ല. പോണ്ടേ? ആ പോവാ. വാ. ആരാണ്? എഴുന്നേക്കണോ? ഇയാളെങ്ങനെ ഇതിനകത്ത്? തന്റെ അടുത്ത് പറഞ്ഞു എഴുന്നേക്ക. മൊയ്തീനിക്ക, എന്താ? മോളെ, പുറത്ത് ഭയങ്കര വെയിലിന്റെ ചൂട്, ക്ഷീണം തോന്നിയപ്പോ കുറച്ചു നേരം ഇതിനകത്ത് കയറി ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നീട് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഇത് തുറക്കണമില്ല, അതുകൊണ്ട് മയങ്ങിപ്പോയി. സോറി മോളെ. അയ്യോ വേണ്ട. ഇറങ്ങിക്കോളാം. ഇതിന്റെ നാറുന്നു. ഇവിടെ ഒരു തുണി കിടക്കുന്നു. അറിയിട്ട് വെച്ചു മൂക്കിലെ രോമം കരിഞ്ഞു. ആ വെറുതെ അല്ല, ഈ ചീഞ്ഞ പുതപ്പ് ആരാണ്? അയാളുടെ ആയിരിക്കും. കഞ്ചാവേ, തന്റെ പുഴുത്ത് നാറി സാധനം എടുത്തോണ്ട് പോണോ? ചവിട്ടിപ്പോ ചവിട്ടിപ്പോ. ചവിട്ടി പോവാനത് സൈക്കിളല്ല, കാറാ. കാറ് കാളവണ്ടി ഇരിക്കുന്ന സുഖവും ഹെലികോപ്റ്ററിന്റെ ഒച്ച. ഒന്ന് മിണ്ടാണ്ടിരിക്കോ? ഞാൻ സംസാരിക്കുന്നതൊന്നും അല്ല, അത് എഞ്ചിന്റെ ശബ്ദമാണ്.